എൻ്റെ വീട്ടിലേക്ക് അഡ്രസ്സ് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന ക്ഷേത്രം കേട്ടോ. ഇതൊരു കുടുംബക്ഷേത്രമാണ്, വീടിനടുത്തുള്ളതാണ്. ഇവിടെ 2 ദിവസമായിട്ട് ഉത്സവം നടക്കുകയാണ്. അപ്പം നമ്മുടെ വീടിനടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതുവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇലയിലാവുമ്പോൾ ചിലപ്പോൾ അവൻ കഴിക്കും, അതിന് വേണ്ടി കൊണ്ടുപോയതാണ്. പക്ഷേ അവൻ പായസം മാത്രം കുടിച്ചുള്ളൂ, മാമുണ്ടില്ല. ആദ്യത്തെ ദിവസം രാത്രിയിൽ കുട്ടികളുടെ പ്രദേശവാസികളുടെയൊക്കെ പരിപാടികളായിരുന്നു, കലാപരിപാടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടികൾ ഇങ്ങനെ ക്ലാസിക്കൽ ഡ്രസ്സിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അച്ഛൻ്റെ അമ്മേനെയും എപ്പോഴും കുറ്റപ്പെടുത്തും, എന്നെ എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ചില്ല, എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഡാൻസ് ഒന്നും പഠിക്കാനായിട്ട് ചേർത്താഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ തല്ലുണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡാൻസ് പഠിപ്പിച്ചേനെ. ഇത് ഞങ്ങളുടെ നൈബറാണ്, ഫർഹാനാണ്. ഫർഹാൻ പിയാനോ നല്ല അടിപൊളിയായിട്ട് വായിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഡൂഡുകുട്ടൻ പിയാനോ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളം കൂട്ടാറുണ്ട് ഇവിടെ. സെക്കൻഡ് ഡേ നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള അജിതൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കനവ് എന്ന് പറഞ്ഞിട്ടുള്ള നാടൻ പാട്ട് ട്രൂപ്പിൻ്റെ പ്രോഗ്രാമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. എല്ലാതും കണ്ടില്ലേ, കൊച്ചു പിള്ളേരൊക്കെ സ്റ്റേജിൽ കയറുന്നു തുള്ളണത്. എല്ലാ ഓഡിയൻസിനും ലാസ്റ്റ് ആയപ്പോഴേക്കും അവർ എണീപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് അടിപൊളി പ്രോഗ്രാമായിരുന്നു. 2 ദിവസം എന്തായാലും അടിച്ച് പൊളിച്ച്.